ഇന്ത്യ പാകിസ്ഥാന് നേരെയുള്ള വെടി നിർത്തിയതോടെ അജ്ഞാതൻ വീണ്ടും വെടി തുടങ്ങി. പാകിസ്ഥാനിൽ കുപ്രസിദ്ധരായ അലി സൈഫുള്ള ഖാലിദ്, റസാവുള്ള നിസാമുദ്ദീൻ ഖാലിദ് ആണ് അയാളെ വിളിക്കുന്ന. അലി പല പേരുകളുണ്ട്. അയാളെ 3 പേർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിന്ധിൽ വെച്ച് വെടിവെച്ച് വന്നു. അതിന് വീഡിയോ കാണുന്നുണ്ട് ഞാൻ. അയാൾ റോഡിൽ കിടന്ന് പടയാണ്. വെള്ളം ചോദിച്ചിട്ട് ആരും വെള്ളം കൊടുക്കുന്നില്ല. എല്ലാവരും വീഡിയോ എടുത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൊടും ഭീകരനാണ്. 2006 നാഗ്പൂരിലെ RSS ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം ആക്രമിക്കാൻ പദ്ധതിയിട്ട ആളാണ്. നേപ്പാളിലെ ലഷ്കറിൻ്റെ കമാൻഡറായിരുന്നു. അവിടെ ഒരു ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിച്ച് ഹിന്ദു പേരിൽ താമസിച്ചു. പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയി. നഗ്മ ഭാനു ഭാര്യയുടെ പേര്. അപ്പോൾ അത് ഹിന്ദു പേരെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, മുസ്ലിം പേര് തന്നെയാണ്. ഹിന്ദു എന്ന് ഞാൻ എവിടെയോ വായിച്ചു. ഏതായാലും മതം മാറ്റിയിട്ടുണ്ടാവാം. ഏതായാലും അജ്ഞാതൻ വീണ്ടും ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു. അത് അതിൻ്റെ ഒരു അസാധാരണത്വം സിന്ധിലാണ്. അതാണ് മുമ്പ് ഈ ഖൈബർ പഖ്തൂൺവയോ ലാഹോറോ ഇസ്ലാമാബാദോ ബലൂജോ ഒക്കെ ആയിരിക്കും. സിന്ധ് സാമാന്യം നന്നായിട്ട് പുകയാണ്. ഇപ്പോൾ സുനിൽ പറഞ്ഞപ്പോൾ തന്നെ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് പറഞ്ഞില്ലേ. സിന്ധ് ഇപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ വിരുദ്ധമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്രവിശ്യയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അതും അവിടെ നിന്ന് സിന്ധുദേശ് മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് വരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് സിന്ധിലെ മാട്ലിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബദ്നിയിലെ ക്രോസിങ്ങിൽ വെച്ചാണ് 3 പേര് വന്ന് ഇയാളെ വെടിവെച്ച് കൊന്നത്. അപ്പോൾ ഈ അജ്ഞാതർ പലരെയും കൊല്ലുന്നത് പോലത്തെ ഒരു പശ്ചാത്തലമാണ്. സാധാരണ അജ്ഞാതൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ബൈക്കിൽ 2 പേര് രണ്ടുപേര് എന്തായാലും ഉണ്ടാവും. ഒരാള് ബൈക്ക് റെഡിയാക്കി നിർത്തും, മറ്റേയാള് തട്ടിട്ട് പോകും. അങ്ങനെ ഉള്ള വരവാണ്. ഇതിപ്പോ സിന്ധിലെ ആദ്യത്തെ ഒരു സംഗതി ആയതുകൊണ്ട് കുറച്ചുകൂടി കോഷ്യസ് ആണ്. സിന്ധ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യയാണ് സിന്ധും പഞ്ചാബും. സമ്പദ് സമൃദ്ധി, ധനികർ. പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ അവരുടെ വലിയ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ, വലിയ പണക്കാരൊക്കെ താമസിക്കുന്നത്. അത് കഴിഞ്ഞാൽ സിന്ധ്, കാരണം ഏറ്റവും കൂടുതൽ ജലം കിട്ടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളാണ് സിന്ധും പഞ്ചാബും. അപ്പോൾ അവിടെ പാകിസ്ഥാന് ഈ സിന്ധും പഞ്ചാബും ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ജീവിക്കുന്നത്. ഇപ്പോൾ സിന്ധിൽ വെടിപൊട്ടുന്നു, അജ്ഞാതൻ സിന്ധിൽ ചാർജ് എടുത്തിരിക്കുന്നു എന്നുള്ളത് പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിന്ധ് ശരിക്കും അത് പുകയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമാണ് അത് ചർച്ച ചെയ്തിരുന്നത് നേരത്തെ. കാരണം ഈ സിന്ധു നദീജലം ഉപയോഗിച്ചിട്ട് ഒരു മരുഭൂമി മുഴുവൻ നനയ്ക്കാനായിട്ട് 6 കനാലുണ്ടാക്കി 6000 കോടി രൂപയ്ക്ക് പട്ടാളം ഒരു അഗ്രി ബിസിനസ് നടത്താനുള്ള പദ്ധതി. ലോകത്ത് ആദ്യമായിട്ടാണ് പട്ടാളം കൃഷി ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ള വിവരം. അങ്ങനെ സിന്ധ് അങ്ങനെ വെള്ളം ഊറ്റിക്കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് സിന്ധു പ്രവിശ്യയിലുടനീളം പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. നമ്മൾ ജലക്കരാറ് റദ്ദാക്കി കഴിഞ്ഞപ്പോൾ ആ പദ്ധതിയും വേണ്ടാന്ന് വെച്ചു. അതാണ് അത് കഴിഞ്ഞിട്ടുള്ള സിന്ധ് വാർത്തകളിൽ ഇപ്പോൾ വരികയാണ്. അപ്പോൾ 2008 റാംപൂറിലെ CRPF ക്യാമ്പ് ആക്രമിച്ചത്, 2005 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവിൽ ആക്രമിച്ചത്, പിന്നെ ഈ CRPF ക്യാമ്പ് ആക്രമിച്ചെന്ന് പറഞ്ഞപ്പോൾ 7 സിവിലിയനും കൊല്ലപ്പെട്ടു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രൊഫസർ കൊല്ലപ്പെട്ടു, മുനീഷ് ചന്ദ്ര. അതെ. പിന്നെ ഈ നാഗ്പൂരിൽ 2006 നാഗ്പൂരിൻ്റേത് കുറച്ച് വിശദമായിട്ട് നമുക്ക് പറയാം ആക്രമണത്തിനെ പറ്റി. ഇയാള് അബു അനസ് എന്ന് പറയുന്ന കൊടും ഭീകരന്റെ ഏറ്റവും അടുത്ത അനുയായിയാണെന്നാണ് പറയുന്നത്. ഒന്നിച്ച് നടന്നിരുന്നവരാണ് അവര്. അബു അനസുമായിട്ട് വിനോദ് കുമാർ എന്നുള്ള പേരിലാണ് നേപ്പാളിൽ ഇയാൾ കഴിഞ്ഞിരുന്നത്. നഗ്മ ബാനുവിന് നിക്കാഹ് ചെയ്തിട്ട് അവിടെ നിന്ന് ലഷ്കർ-e തൈബ പ്രവർത്തനങ്ങളുടെ ഏകോപനം നേപ്പാളിൽ സുരക്ഷിതമായിട്ട് റിക്രൂട്ട്മെന്റ്, ഫണ്ടിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ലോജിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലോ പ്രൊഫൈലിൽ നേപ്പാളിലിരുന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സിന്ധിലെ ഈ ബദിനിലെ മാട്ലിയിലേക്ക് താമസം മാറുന്നത്. അപ്പോൾ ഷോപ്പിയാനിൽ കഴിഞ്ഞ ആഴ്ച LETയുടെ ഷാഹിദ് കുട്ടായി
എന്ന് പറഞ്ഞൊരാളെ വെടിവെച്ച് കൊന്നിരുന്നു. ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൊലപാതകങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ്. ഇതിൻ്റെ പിന്നാലെയാണ് ഇത് വരുന്നത്. അദ്നാൻ ഷാഫി, അഹ്സനുൽ ഹക്ക് ഷെയ്ഖ് എന്നിവരെയും ഈ ഷുക്രു കെല്ലറിൽ നമ്മുടെ സേന കൊന്നിരുന്നു ഈ യുദ്ധത്തിൻ്റെ പിന്നാലെ. ഈ 2006 ജൂൺ 1 ആണ് നാഗ്പൂരിൽ ആക്രമണം നടക്കുന്നത്. അന്ന് KS സുദർശൻ ആണ് സംഘചാലക്. അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയാണെന്ന് മോഹൻ ഭാഗവത്. ഇവർ രണ്ടുപേരും അന്ന് ആസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. അവർ വേറെ യാത്രയിലായിരുന്നു. അതിനെപ്പറ്റി ഇവർക്ക് ധാരണ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം മുംബൈ പോലീസിന് അതിനെപ്പറ്റി സൂചന കിട്ടി, ആക്രമണം നടക്കാൻ പോകുന്നു എന്നുള്ളത് നാഗ്പൂർ പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു 30 മിനിറ്റോളം ഈ ഭീകരന്മാരുടെ നാടകം ഈ ആസ്ഥാനത്തിന് ചുറ്റും നടന്നു. പുലർച്ചെ എന്താ അവർ ചെയ്തത്? പുലർച്ചെ 4:15 ഇവർ വന്നു. 3 ഭീകരർ വന്നിട്ട് പോലീസ് യൂണിഫോമിലായിരുന്നു. അവർ SIമാർ എന്നുള്ള മട്ടിൽ ഒരു വെള്ള അംബാസഡർ കാറിലാണ് എത്തുന്നത് 4:15 രാവിലെ. എന്നിട്ട് RSS ആസ്ഥാനത്തിൻ്റെ കിഴക്ക് ബാരിക്കേഡ് ഉണ്ടായിരുന്നു. കാരണം RSS ആസ്ഥാനത്തിന് നല്ല കാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബാരിക്കേഡ് തകർത്തിട്ട് കുറച്ച് ഇത് 100 മീറ്റർ കിഴക്ക് ആസ്ഥാനത്തിൻ്റെ ആണ് ബാരിക്കേഡ് ഉണ്ടായിരുന്നത്. അത് ഈ വെള്ള അംബാസഡർ വന്നിട്ട് ആ ബാരിക്കേഡ് ഇടിച്ച് തകർത്ത് മുമ്പോട്ട് പോകുമ്പോൾ 10 പേരടങ്ങിയ പോലീസ് ടീം, മഹാരാഷ്ട്ര പോലീസിൻ്റെ 3 SIമാരും ഉണ്ടായിരുന്നു. അവർ വെടിവെച്ചു. ഇതിന് നേരെ 100 ചുറ്റു വെടിവെച്ചു. അപ്പോൾ ആ 100 ചുറ്റു വെടിയിൽ 63 മഹാരാഷ്ട്ര പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. മറ്റത് അവരുടെ ഭാഗത്തു നിന്നുമാണ്. ഈ ഭീകരരുടെ വെടിവെച്ചു പരസ്പരം. അങ്ങനെ 3 ഭീകരന്മാരെയും തട്ടി വെടിവെച്ച് കൊലപ്പെടുത്തി. ഒരു ഓഫീസർക്ക് മാത്രം പരിക്ക് പറ്റി, പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പോൾ ശരിക്കും അത് ഈ ശിക്ഷാവർഗ് നടക്കുന്ന സമയമായിരുന്നു. 1000ഓളം സ്വയംസേവകർ പരിശീലനത്തിന് അതിൻ്റെ അകത്ത് വന്നിരുന്നു. അപ്പോൾ ഒരു ആക്രമണം നടന്നാലും അത് വലിയ ദുരന്തമാകുമായിരുന്നു. അത് കണക്കാക്കിയാണ് ഇവർ വന്നിരിക്കുന്നത്. അത് നടക്കുന്നുണ്ടായിരുന്നു. ഈ അംബാസഡർ കാറിന്റെ മുകളിൽ ബീക്കൺ ലൈറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടാണ് വന്നിരുന്നത് SI വേഷത്തില്. അവിടെ നിന്ന് 3 AK-56 റൈഫിളുകൾ പിടിച്ചിരുന്നു. 1 ഡസൻ ഗ്രനേഡുകൾ, RDX സ്ഫോടനത്തിനും വലിയ സന്നാഹമൊക്കെ ആയിട്ടാണ് അവർ വന്നിരുന്നത്. സംഘ് ശിക്ഷാ വർക്ക് നടക്കുന്ന സമയമായിരുന്നു ആസ്ഥാനത്ത് അത്. ഇതിനെ അന്നും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി ഒക്കെ അപലപിച്ചിരുന്നു. വാജ്പേയിയും അദ്വാനിയും സ്വാഭാവികമായിട്ടും ഇതിനെ ആ സമയത്ത് ഈ JNKയിൽ ടൂറിസ്റ്റ് ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ പാലക്കാട്ട് നിന്ന് ശ്രീകൃഷ്ണപുരത്ത് നിന്ന് പോയ കഥകളി നടനെയൊക്കെ ഓസ്ട്രോം ഒക്കെ കൊല്ലുന്ന ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത്. ഈ സിമി മഹാരാഷ്ട്രയിലെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ കശ്മീരിൽ വരുന്ന ഭീകരർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് ആ കാലത്ത് സിമി ആയിരുന്നു. അമർനാഥ് യാത്രയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നു. ഈ നാഗ്പൂർ ആക്രമണം നടക്കുമ്പോൾ ഈ പോലീസ് പട്രോൾ ആ വാഹനം കണ്ടതുകൊണ്ടാണ് അന്ന് ആ ദുരന്തം ഒഴിവായി പോയത്. 3 നില സംഘമന്ദിരത്തിൻ്റെ പിന്നിൽ നാഗ്പൂർ നൈറ്റ് സ്കൂളിൽ പോലീസ് താമസിക്കുന്നുണ്ടായിരുന്നു. ഈ മന്ദിരത്തിന് എന്തെങ്കിലും ആക്രമണം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ബാരിക്കേഡ് തകർത്തി ഉടൻ വെടിവെക്കുകയും ചെയ്തിരുന്നു. പ്രത്യേക പരിശീലനം കിട്ടിയ പോലീസ് ആയിരുന്നു അവിടെ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തത്. നേരത്തെ പറഞ്ഞ പോലെ LETയിലെ പ്രധാനി അബു അനസിൻ്റെ സഹായിയാണ് ഈ അജ്ഞാതർ വെടിവെച്ചു കൊന്ന സൈഫുള്ള ഖാലിദ് അഥവാ റസാവുള്ള നിസാമണി ഖാലിദ്. അതെ, 2005 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അറ്റാക്ക് പ്രൊഫസർ മുനീഷ് ചന്ദ്ര പുരിയെ കൊന്നത്. അതിൽ അബു അനസ് പ്രതിയാണ്. അബു അനസ് അതിൽ പിടികിട്ട പുള്ളിയാണ്. അപ്പോൾ അബു അനസിൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും അജ്ഞാതരുടെ ബൈക്ക് വരാം. ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പേടിച്ച് കട്ടിലടിയിലായിരിക്കുന്നത്.
CRPF കേന്ദ്രം ആക്രമിച്ച 2 ഭീകരരും ഉം. കിട്ടിയിട്ടില്ല. അന്ന് അവർ ഇരുട്ടിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഏതായാലും നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യയുടെ ശത്രുക്കളെ നേരിടാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അജ്ഞാതൻ ഗ്രൗണ്ടിലുണ്ട്. അതെ, ഇനി പൂർവാധികം ഭംഗിയായി അജ്ഞാതൻ ഉണ്ടാവും. കാരണം പാകിസ്ഥാൻ അടിയേറ്റ് കിടക്കുകയാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.